വിദേശികളും സ്വദേശികളുമായ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് പിലിക്കോടും പരിസരവും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടെന്ന് കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ.എൻ. കുറുപ്പ് അഭിപ്രായപ്പെട്ടു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന ഫാം കാർണിവലിന്റെ ഭാഗമായി കൃഷി, സംസ്കാരം, കല എന്ന വിഷയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. കൃഷിയെക്കുറിച്ച് പുതിയ തലമുറയിലുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിലുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണമെന്ന നിർദ്ദേശവും കെ.എൻ. കുറുപ്പ് മുന്നോട്ട് വച്ചു. സോഷ്യൽ ജോസഫ് സാറ് നമ്മുടെ 2000 എഞ്ചിനീയറിംഗ് സീറ്റ് കാലിക്കറ്റിൽ വരുന്നതെന്ന് പറയുമ്പോൾ ഞാൻ എഴുതാനിരുന്നു പറഞ്ഞു. എൻ്റെ മുമ്പിൽ സാധിക്കില്ല, എൻ്റെ സിൻഡിക്കേറ്റ് സമ്മതിക്കില്ല, പണം കൂടിയാണെന്ന് എനിക്കറിയില്ല. കാരണം ആ സ്റ്റാർട്ടിങ്ങുകളാണ് ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗവൺമെൻറ് കോളേജിലൂടെ 15,000 കുട്ടികൾ ഇങ്ങനെ പഠിച്ചു പോയി എന്ന് പറയുന്നത് എൻ്റെ അവസാന ഓർമ്മ. സാംസ്കാരിക സമ്മേളനത്തിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി.വി. ചന്ദ്രമതി അധ്യക്ഷത വഹിച്ചു. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി. വനജ, കക്കുന്നം പത്മനാഭൻ പണിക്കർ, വിജയകുമാർ തൃക്കരിപ്പൂർ, ഡോക്ടർ എം.എസ്. നായർ, കാർഷിക കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ പി.കെ. രതീഷ് എന്നിവർ സംസാരിച്ചു. സന്തോഷ് ഒഴിഞ്ഞവളപ്പ്, ഗിരിധർ രാഘവ് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. രാത്രി പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി അവതരിപ്പിച്ച ഗാനമേള അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.